ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ഞായറാഴ്ചയല്ലേ, അപ്പോൾ കുറച്ച് ചിക്കൻ മേടിച്ചു കൊടുക്കും ഏട്ടൻ. അപ്പോൾ ചിലവർ പറഞ്ഞു ചില്ലി മതി, ചിലവർ പറഞ്ഞു കറി വെക്കാമെന്ന്. അപ്പോൾ വൈകുന്നേരം അപ്പം ഉണ്ടാക്കാൻ നമുക്ക് ചിക്കൻ കറി ആക്കാൻ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ കറി വെച്ചു കേട്ടോ. ബാക്കി കുറച്ച് ഫ്രൈ ചെയ്തു. കുട്ടികൾക്ക് കുറച്ച് ചില്ലി ഉണ്ടാക്കി. അങ്ങനെ ഒരു 4 ഉള്ളി എടുത്തിട്ട് നമ്മൾ അതിനെ നന്നായിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ. ചെറുതാക്കി അരിഞ്ഞെടുത്തു. അതിനെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ഒരു തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ നമ്മുടെ ചിക്കനിൽ കുറച്ച് മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ഒക്കെ നന്നായിട്ട് പിണച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റായി എടുത്ത് വെച്ചിട്ട് കേട്ടോ, അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് അത് മുളകും ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലേ. അത് പറഞ്ഞിട്ട് അതിന് നമ്മൾ അതിൽ ഗ്രേവീസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ഗ്രേവി ഉണ്ടാക്കാം. അതിന് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് നന്നായി നമുക്ക് ഉള്ളി വാട്ടിയെടുക്കാം കേട്ടോ. ഉള്ളി ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് വാട്ടിയെടുക്കാം. ഒരു 10-15 മിനിറ്റ് നമുക്ക് വാട്ടിയെടുക്കണം കേട്ടോ. എന്നാലാണ് ഏകദേശം നമ്മുടെ ബ്രൗൺ കളറായിട്ട് വരുള്ളൂ. കണ്ടോ, ഏകദേശം നല്ല ബ്രൗൺ കളറായി. അപ്പം നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോകുന്ന വരെ നമുക്ക് നന്നായിട്ട് വാട്ടി കൊടുക്കാം. അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയുടെ സ്മെല്ല് വേണം, അല്ലെങ്കിൽ അതൊരു പച്ചച്ചോയ അടിക്കും. അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് വാടിക്കഴിഞ്ഞ ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, ആദ്യക്കുട്ടൻ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഏട്ടനും അനിയനും കൂടി തെറ്റിയിട്ട് കരഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ശരി, അടുപ്പിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അതിൻ്റെ വീതരയുടെ മോള് കയറിയിരിക്കുകയാണ്. അപ്പം അവന് ചിക്കനൊക്കെ കാണിച്ചു കൊടുക്കണം. ഇതാണ് നമ്മൾ മുളക് പുരട്ടിയിട്ടുണ്ട്. അപ്പം മുളക് വേണ്ട, കുറച്ച് മുളക് ഇട്ടാൽ മതി, എരിവുള്ളൂ എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ തക്കാളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുക. അതും തക്കാളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടാട്ടോ. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു പോകണം, എന്നാലേ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ശരിക്കും സാധാരണ ഞങ്ങൾ എന്ത് ചെയ്യുക ചോദിച്ചാൽ തക്കാളീനെ ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കായിരുന്നു. അന്ന് പിന്നെ കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, തക്കാളീനെ ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ അവനൊരാഗ്രഹം, ഞാൻ ഇളക്കുന്നത് കണ്ടപ്പോൾ അവനും തക്കാളി ഉള്ളി ഒന്ന് ഇളക്കണം. ഓ ശരി പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവനെ ഇളക്കാൻ കൊടുത്തു കേട്ടോ. പക്ഷെ പേടിയുണ്ടായിരുന്നു, ചൂട് കയ്യിൽ തട്ടുമെന്ന്. പക്ഷെ അവൻ നല്ല ശ്രദ്ധിച്ചിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മേടിച്ചു കേട്ടോ. ഇനി നമ്മൾ അധികം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരതൊരു ശീലമാക്കും. അതുകൊണ്ട് പിന്നെ കൊടുത്തില്ല. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് മൂപ്പിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും വലിയ ആൾ വന്നു. വലിയ ആൾ വന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അടുപ്പിൽ കളിക്കാനാണ് കേട്ടോ. ഓല ഇട്ടിട്ട് കത്തിച്ചും കൊണ്ട് ഇങ്ങനെ കളിക്കും. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിയിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ എണ്ണ ഒഴിച്ചിട്ട് ഇറച്ചി നമുക്ക് നന്നായിട്ട് വാട്ടി കൊടുക്കാം. ഒന്ന് വാട്ടിയെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ. ഞങ്ങൾ സാധാരണ വെള്ളം ചേർക്കില്ല. ഇന്ന് വൈകുന്നേരം അപ്പം ആയതുകൊണ്ട് അപ്പത്തിന് നമുക്ക് കറി ഒഴിച്ച് കൂട്ടാൻ വേണമല്ലോ. അത് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്കൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആവും കേട്ടോ. അടച്ച് വെക്കണം, എന്നാൽ പെട്ടെന്ന് വേവുമല്ലോ. അപ്പം നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.